Hello friends, once again welcome to my channel Siyal Creative Media. Siyal Creative Media എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു കമ്പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് പ്യൂർ വെജിറ്റേറിയൻ, അതായത് നല്ല രീതിയിൽ തന്നെ നമ്മൾ വെജിറ്റബിൾ വേസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കിടക്കുന്നത് ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നട്ടുപിടിപ്പിച്ച കാൽഷ്യ അതേപോലെ തന്നെ ടർട്ടിൽ വെൻസിൻ്റെ ആ ഒരു റിവ്യൂ കൂടി ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിലേക്ക് വളമിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു വളത്തിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയും പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ കിടക്കുന്ന മുമ്പ് ഗൈസ് എൻ്റെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് കൊടുക്കുക. സമയങ്ങൾ തന്നെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കാൽഷ്യയിലേക്ക് ഒരു വളം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു വളം എന്താണെന്ന് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾ കണ്ടാൽ മതി ആ ഒരു വളം ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ അതിൽ ഈ ഒരു കാൽഷ്യയുടെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ, അതായത് ആ ഒരു വളം ഇട്ടതിന് ശേഷം ഈ ഒരു കാൽഷ്യ അതേപോലെ തന്നെ നമ്മുടെ എവർഗ്രീൻ ടർട്ടിൽ വെയിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു റിസൾട്ടും വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം, അതായത് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ബക്കറ്റ് ഇല്ലെങ്കിൽ ഒരു പാത്രം, നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ആദ്യം തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റിൻ്റെ ഡബ്ബിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിനടിയിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക, അതായത് നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ അടപ്പുള്ള ആ ഒരു ഭാഗം, അതായത് ഈ ഒരു ക്യാപ്പുള്ള ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം അത് കട്ട് ചെയ്തെടുത്താലും നമുക്ക് പെർഫെക്റ്റായിട്ട് അതിലേക്ക് അതായത് വേസ്റ്റ് ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ അത് ഇളക്കാനുള്ള സൗകര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയൊരു ഹോൾസ് ഉണ്ട്, അത് കാര്യമാക്കേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ ഒരു ഹോൾസ് നമുക്ക് ബുദ്ധിമുട്ടായി വരത്തില്ല. അപ്പോൾ ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് ഇതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ബക്കറ്റോ മറ്റു സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ട് ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. കാരണം ഇത് നമുക്കൊരു അടപ്പായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതിന് ഞാനൊരു സ്പേസിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു താഴെ ആ ഒരു ഹോൾസിട്ട ഭാഗത്ത് നമ്മുടെ ആ ഒരു ഇടുന്ന മണ്ണൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചകിരി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ചകിരി ഇല്ലെങ്കിൽ ജസ്റ്റ് ഓട്ടിൻ കഷ്ണമോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അതായത് ആ ഒരു മണ്ണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇട്ടിട്ടുള്ള ഹോൾസിലൂടെ മണ്ണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താണ്, അതായത് ഇതിൽ നിന്ന് കല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്യൂറായിട്ടുള്ള മണ്ണ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കല്ലുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇതിൽ നിന്ന് കല്ല് ഞാൻ നീക്കം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അതായത് അധികം കല്ലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആദ്യം ഒരു ലെയർ നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കരിയില ഇല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കാർബൺ അടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ കരിയിലയിൽ, അതായത് ഉണങ്ങിയ ഇലയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് റെഡിയാക്കി കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി ഞാനിവിടെ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വീണ്ടും ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കുകയാണ്. അധികം ഒന്നല്ല, ജസ്റ്റ് ആ ഒരു കരിയില കവറാകുന്ന രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ റെഡിയാക്കിയെടുത്ത ഒരു മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. സാധാ മണ്ണാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് പച്ച ഇലകൾ, അത് ഏത് ഇല വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേപ്പിൻ്റെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ബെറ്ററാണ്. അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന ഇലകൾ ജസ്റ്റ് വെച്ചിട്ട് ഇതിനൊന്നും ഒരു ലെയർ നമ്മുടെ പച്ച ഇല കൊണ്ട് ചെയ്യാണ്. അതിന് മുകളിൽ വീണ്ടും കരിയില കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും മണ്ണ് വെച്ചിട്ട് ഒരു ലെയർ. അപ്പോൾ ഇതേപോലെ ലെയർ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ചെയ്തെന്ന് മാത്രം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ആട്ടിൻ കാഷ്ടം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു നമ്മുടെ കമ്പോസ്റ്റ് പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആട്ടിൻ കാഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അതിനുശേഷം അതിലേക്ക് വീണ്ടും ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കും വലിയ പ്രോസസ്സൊന്നും അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലെയറായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെയറായിട്ട് ഈ ഒരു മണ്ണും ആട്ടിൻ കാഷ്ടവും കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ നമ്മുടെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള നമ്മുടെ വേസ്റ്റ്, അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന സാധാ വേസ്റ്റാണ്, അതായത് നമ്മൾ ചായപ്പൊടിയുടെ വേസ്റ്റും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, വെജിറ്റബിളിൻ്റെ വേസ്റ്റ് മാത്രം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക.
പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മണ്ണ് വെച്ചിട്ട് വീണ്ടും ഒരു ലെയർ ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്ത 2-3 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇതിലേക്ക് മീൻ വേസ്റ്റ് ഇല്ലെങ്കിൽ ഇറച്ചിയുടെ വേസ്റ്റ്, അതായത് മീറ്റ് വേസ്റ്റുകളൊന്നും ഇതിലേക്ക് ഇടാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒന്നും ഇടാൻ വേണ്ടി പാടില്ല. നമുക്ക് പ്യൂറായിട്ടുള്ള പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ്, അതേപോലെ തന്നെ ചായപ്പൊടിയുടെ വേസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേസിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഡയറക്റ്റായി സൺലൈറ്റ് അടിക്കാനും പാടില്ല, അതേപോലെ തന്നെ സൺലൈറ്റ് തീരെ അടിക്കാതിരിക്കാനും പാടില്ല, അതേപോലെ തന്നെ നമുക്ക് മഴവെള്ളം വീഴാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പ്ലേസിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഇതിനെ മൂടി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെ മൂടിയിട്ട് നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാവുന്ന ആ ഒരു പച്ചക്കറിയുടെ വേസ്റ്റും ഉള്ളിയുടെ തോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഡെയിലി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മണ്ണിൻ്റെ ലെയറാക്കി കൊടുക്കുക. മണ്ണിൻ്റെ ലെയറാക്കെന്ന് വെച്ചാൽ നമുക്കിത് സ്മെല്ല് വരുന്നത് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുമ്പ് ചെയ്ത കമ്പോസ്റ്റ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. അതായത് പെട്ടെന്ന് നമുക്കിതൊന്ന് ഡീകമ്പോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്നും ഒഴിക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. അതിനുശേഷം നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുക. ഒരു 3 ദിവസത്തിനൊരിക്കൽ ചെക്ക് ചെയ്തതിന് ശേഷം വളരെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു നനവുണ്ടെങ്കിൽ പിന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഏകദേശം 1 മാസം 2 മാസം ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയുള്ള വീഡിയോസിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.